മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, മകനെ, എൻ്റെ ഉപദേശം ശ്രദ്ധാപൂർവം കേൾക്കുക, എൻ്റെ മാർഗങ്ങൾ അനുവർത്തിക്കുക. മനോഹരമായ ഒരു തിരുവചനമാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുക. ദൈവിക വചനങ്ങളെ കേൾക്കുന്നതിനും അവൻ്റെ മാർഗം അനുവർത്തിക്കുന്നതിനും നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു തിരുവചനം. ദൈവമാർഗം എത്രയോ ശ്രേഷ്ഠകരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ജീവിതങ്ങളിലെ ഓരോ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമ്മളെ വഴി നടത്തുന്നത് ദൈവിക മാർഗത്തിലൂടെയുള്ള യാത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ മാർഗമാണ് ദൈവിക പദ്ധതി എന്നുള്ളതും പാത എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. കാരണം വചനം പറഞ്ഞു വയ്ക്കുന്നു, എൻ്റെ വഴികൾ ഇടുങ്ങിയ വഴികളിലാണ്, ആ വഴികളിലൂടെ കടക്കുവാൻ പരിശ്രമിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ആ വഴികളിൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ പരീക്ഷിക്കുന്ന ഘടകങ്ങൾ അനവധിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ അത് രോഗങ്ങളാവാം, സഹനങ്ങളാവാം, പ്രവർത്തനങ്ങളാവാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ സ്വർഗരാജ്യത്തിലേക്കാണ് ആ വ്യക്തി കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ആ ഒരു മാർഗത്തിലൂടെ കടന്നു ചെല്ലുവാനും ദൈവിക വചനമാകുന്ന ആ ഒരു സുവിശേഷത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനുമാണ് നമ്മളോട് ഇന്ന് ആഹ്വാനം ചെയ്യുക. ദൈവിക കൃപയിൽ നിറഞ്ഞ് ദൈവികാനുഗ്രഹത്താൽ വളർന്ന് വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നതും ഈ ഒരു ചിന്തയാണ്. ആ ഒരു ചിന്തയിലൂടെ വളരുവാൻ, കുറച്ചുകൂടി ദൈവവചനത്തെ പഠിക്കുവാൻ, അതുവഴി ദൈവിക പാതയിൽ സഞ്ചരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവാനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കണേ.